ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിനു വ്ലോഗ്സ്. നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കിപ്പോൾ ചൂടൊക്കെ ഉള്ള സമയം അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും കോമൺലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫേസ് വാഷ്. നമ്മളെപ്പോഴും പുറത്തു പോകുമ്പോൾ നമ്മുടെ ഫേസൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ, ചൂടും പൊടിയൊക്കെ ആയിട്ട്. അപ്പം നമ്മളെല്ലാവരും തന്നെ പല പല ഫേസ് വാഷസ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഫേസ് വാഷിൻ്റെ കാര്യങ്ങളിലെല്ലാം. ലേഡീസിന്, ജെൻസിന്, കിഡ്സിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ ഫേസിലാകുമ്പോൾ നമുക്ക് ചെയ്യാനായിട്ടൊരു പേടിയായിരിക്കും. അപ്പം ഞാൻ ഇതിനകത്ത് മാർക്കറ്റിലുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഇതുപോലെ ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്തിരുന്നു. അപ്പം എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ കുരു കാര്യങ്ങളൊന്നുമില്ല. അപ്പം എനിക്ക് ഓരോന്നും എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പേടിയാണ്, എന്തെങ്കിലും ഇഷ്യൂ വരുമോ. അതല്ല ഞാനിങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്തു. അങ്ങനെ എനിക്ക് ട്രൈ ചെയ്ത്, പിന്നെ എല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കൂടുതലും നമ്മൾ കോസ്മെറ്റിക്സിലേക്കൊക്കെ പോയാൽ എടുക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു പ്രധാന പ്രശ്നമാണ്, നമുക്ക് കോസ്മെറ്റിക്സ് എന്തെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഭയങ്കര വില കൂടിയത് എടുക്കുകയുള്ളൂ. കാര്യം വേറൊന്നുമില്ല, നമ്മൾ മുഖമായതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അഫോർഡബിൾ അല്ല എന്നുള്ളൊരു റീസണിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പം ഞാൻ ഈ പ്രോഡക്റ്റിൽ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു ഫേസ് വാഷാണ്. അപ്പോൾ എനിക്കത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടിയേ. ജസ്റ്റ് ഒരു റേറ്റ് വളരെ കുറവാണ്, ഒരു നിയർലി 100 ആ റേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ യൂസ് ചെയ്തിട്ടാണെങ്കിൽ എൻ്റെ സ്കിന്നിന് എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നും തോന്നില്ല. ഞാനിപ്പോൾ ഒരു 1 മന്തായിട്ട് യൂസ് ചെയ്ത് അതിൻ്റെ എനിക്ക് ഫീഡ്ബാക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ അറിയാമല്ലോ, ഓരോരുത്തരുടെ സ്കിൻ ടോൺസിന് ഡിഫറൻസ് കാര്യങ്ങളുണ്ടാവും. എനിക്ക് ഓക്കെയാണ്. നമുക്ക് പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇത് വരുന്നത് സ്റ്റുഡിയോയിൽ പ്രോഡക്റ്റ് വരുന്നത് ഇതാണ്. പ്രോഡക്റ്റിൻ്റെ പേര് നിങ്ങൾ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇതത്ര ഫ്രഷ് പ്രോഡക്റ്റ് ഒന്നുമല്ല, ജസ്റ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കുറച്ചായി. എന്നാലും എനിക്കിത് യൂസ് ചെയ്തപ്പോൾ ബെറ്റർ ആയിട്ട് തോന്നിയതുകൊണ്ട് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ ഇട്ടതാണ്. ഇതാണ് പ്രോഡക്റ്റിൻ്റെ പേര്, ഹെയ്മൻ എന്ന് പറഞ്ഞിട്ട് ഫേസ് വാഷ്. ഇതിപ്പോൾ ഞാനിത് യൂസ് ചെയ്യാറില്ലേ, കോഫി ഫ്ലേവറാണ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എമൗണ്ട് വരുന്നത് 99 വരുന്നത്. സാധാ ഞാനിതിപ്പോൾ ഡെയിലി ഒരു 2 ടൈംസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്കിത് കൂടുതലും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഫേസ് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഒരുപാട് അഴുക്കുകളായിട്ട് നമുക്ക് പോകുന്നതായിട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. നല്ല ഫ്രഷ് ലുക്ക് കിട്ടാറുണ്ട്. എനിക്ക് യൂസ് ചെയ്തിട്ട് ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് കൂടി ഒന്ന് ഇടണം കേട്ടോ. നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ, അതോ നിങ്ങൾക്ക് എന്തെങ്കിലും എഫക്ട്സോ കാര്യങ്ങളുണ്ടോ എന്താണെന്നുള്ളത് കൂടി നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നാണെങ്കിൽ ഇതാണ് പ്രോഡക്റ്റ്. ഇതിൽ ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് അങ്ങനെ നോർമൽ വേറെ ഒരുപാട് കെമിക്കൽസ് കാര്യങ്ങളൊന്നും അങ്ങനെ കാണിക്കുന്നില്ല. ഞാനിത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് യൂസ് ചെയ്യാറുള്ളൂ. ആരെങ്കിലും പർച്ചേസ് ചെയ്യുന്നെങ്കിൽ നോക്കാം. ഞാനിത് നമ്മുടെ ഇരുമ്പനത്തുള്ള സ്റ്റുഡിയോ എന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഓൾമോസ്റ്റ് സ്റ്റുഡിയോ ബ്രാഞ്ചസിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇതാണ് പ്രോഡക്റ്റിൻ്റെ പേര്. ഇതിപ്പോൾ കോഫി ഫ്ലേവറാണ് കേട്ടോ എടുത്തേക്കുന്നത്. വേറെ ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ആർക്കെങ്കിലും നോക്കണമെന്നാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.